കഴിഞ്ഞ ആഴ്ച എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോയി കണ്ടൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊരു സിനിമ. 20-ാം തീയതി വ്യാഴാഴ്ച അങ്ങനെ എന്തോ ആണ് സിനിമ ഇറങ്ങിയത്, ഫെബ്രുവരി. അപ്പോൾ ആ സമയത്ത് 8:30 ആയ സമയത്ത് ഞാൻ ഓഫീസൊക്കെ വിട്ട് ഇങ്ങനെ ഇറക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു റിവ്യൂ കണ്ടത്, അശ്വന്ത് ഗോകിൻ്റെ റിവ്യൂ. അപ്പോൾ അത്യാവശ്യം ഞാൻ ഫുള്ള് കണ്ടില്ല, കുറച്ച് കണ്ടപ്പോഴേക്കും തന്നെ അതിൻ്റെ തമ്പനിയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുഴപ്പമില്ല, ഒരു ത്രില്ലർ മോഡ് സിനിമയാണെന്ന് എനിക്ക് തോന്നി. 9 മണീൻ്റെ ഷോ തൊട്ടടുത്തുള്ള നമ്മൾ ബാംഗ്ലൂരിൽ നിന്നുള്ള ബി സിനിമാസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, 2 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയിട്ട് 9 മണീൻ്റെ ഷോയ്ക്ക് അങ്ങ് കയറി കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയാണ്, ഒരു ഇമോഷണൽ ഡ്രാമ ത്രില്ലറാണ് ഈ ഒരു സിനിമ, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഹരിശ് ശങ്കർ എന്ന് പറഞ്ഞ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ജേണി, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. ഞാൻ ആദ്യം വിചാരിച്ച് ഒരു പോലീസുകാരനായിട്ട് കുഞ്ചാക്കോ ബോബൻ വരിക എന്നൊക്കെ പറയുന്ന സമയത്ത് 5-ാം പാതിരയൊക്കെയാണ് ഞാൻ പെട്ടെന്ന് മൈൻഡിൽ എൻ്റെ ഓടിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു മീശ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഫുണ്ട് അധികം സംസാരിക്കാതെ അധികം ഇങ്ങനെ പൊങ്ങാതെ അല്ലെങ്കിൽ പായൊന്നും അധികം തുറക്കാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ് ഉണ്ട്. അതാണ് ഞാൻ വിചാരിച്ചിരുന്നത്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ അല്ല, ഒരു വേറെ ലെവൽ പെർഫോമൻസ് ആണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ കാണിച്ചത്. കഥയിലേക്ക് വരുന്ന സമയത്ത് ഹരിശങ്കർ ഇദ്ദേഹം ഒരു CI ആയിട്ട് ഡീമോട്ട് ചെയ്തിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ, സിനിമയുടെ തുടക്കം തന്നെ ആ ഒരു 1 മിനിറ്റ് തന്നെ കഥയിലേക്ക് അങ്ങ് കടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ബസ്സിലൊരു മാലമോഷണം പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസിലൊരു ബസ് വരികയാണ്. അപ്പോൾ അതിൽ സംശയിക്കപ്പെടുന്ന 2 സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ആ സമയത്ത് ഹരിശങ്കർ എന്ന ഈ ഒരു ക്യാരക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ആ ഒരു ഗർഭിണിയാണ് എന്ന് ആ സ്ത്രീ കള്ളം പറയുന്ന സമയത്ത് അവളെ പോയി തല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം ഒരു എന്താ പറയുക, മൂക്കത്ത് ദേഷ്യം വരുന്ന അത്രയും ടെററായിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണ്. നമ്മളിതുവരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുഞ്ചാക്കോ ബോബൻ്റെ മറ്റൊരു മുഖമാണ് ഈ ഒരു സിനിമയിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ അടുത്തൊരു സന്ദർഭം എന്ന് പറയുന്നത് ജഗദീഷ് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഒരു മാല ഒരു പണയ ബാങ്കിൽ കൊണ്ട് വയ്ക്കുന്നു. അപ്പോൾ അത് ഒരു പെൺകുട്ടി വന്ന് പറയാം, അവിടുത്തെ സ്റ്റാഫ് വന്ന് പറയുകയാണ് ഇത് കൊണ്ടുവച്ചത് മുക്കുവണ്ടമാണ്, ഒറിജിനൽ സ്വർണ്ണം അല്ല എന്ന് പറയുന്നു. അപ്പോൾ ജഗദീഷ് ആ സ്റ്റാഫിനെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. എന്നിട്ട് പറയുന്നു ഇത് അവർ എടുത്ത് മാറ്റി വെച്ചതാണ്, എൻ്റെ മകൾക്ക് ഞാൻ സമ്മാനം കൊടുത്ത ഒരു മാലയാണ്. അപ്പോൾ എനിക്കിത് തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് 2 പവൻ്റെ മാലയുണ്ട്, കാരണം എനിക്കത് തിരിച്ചു വേണം, ഈ ഒരു ഫിനാൻസ് സ്ഥാപനത്തിനെതിരെ കേസെടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു മാലയുടെ പിന്നാലെ പോവുകയാണ് നമ്മൾ ഹരിശങ്കർ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹം ആ ഒരു നടത്തുന്ന ആ ഒരു ജേണി, ആ ഒരു മുക്കുപണ്ട മാല എവിടുന്ന് വന്നു, ആര് തന്നു, എങ്ങനെ ആ ഒരു ആളുടെ കയ്യിലെത്തി, എത്താനുള്ള കാരണം എന്താണ്, അതുകൂടാതെ തന്നെ ആ ഒരു കൊടുത്തൊരു പെൺകുട്ടിയുണ്ട്, ജഗദീഷിൻ്റെ മകൾ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, അവൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആത്മഹത്യയുടെ പിന്നിൽ എന്താണ് സംഭവിച്ചത്, പെൺകുട്ടി കെട്ടിത്തൂങ്ങി മരിക്കുന്നുണ്ട്. അപ്പം അതായത് അപമാനഭാരം താങ്ങാനാവാതെ ആ ഒരു പെൺകുട്ടി മരിക്കുന്നു. എന്തിനാണ് പെൺകുട്ടി മരിച്ചത്? അപ്പോൾ ഈ ഒരു മാലയിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ജേണി ഇങ്ങനെ പട്ടിയായിട്ട് പോകുന്ന സമയത്ത് കർണാടകയിൽ സംഭവിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മരണവുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഇത് മാത്രമല്ല, ഇതേപോലെ പല പെൺകുട്ടികളുടെയും മാലയും സ്വർണവും പണവും ഒക്കെ കവർന്നെടുത്ത ഒരു കൂട്ടം ആളുകളെയും കൂടെ ചുറ്റിപ്പറ്റിയിട്ട് ഈ അന്വേഷണം പോവുകയാണ്. അത് പിന്നെ കർണാടകയിലെത്തുന്നു. കർണാടകയിലുള്ള ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹരിശങ്കർ എന്ന ക്യാരക്ടർ അന്വേഷിച്ചെത്തുന്നത് വേറെ വലിയൊരു ഗ്യാങ്ങിൻ്റെ അടുത്തേക്കാണ്. ഈ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രഗ് മാഫിയ നടത്തുന്ന പെൺകുട്ടികളെ സ്കൂളുകളിൽ നിന്ന് മദ്യവും മയക്കുമരുന്നും ഒക്കെ മയക്കി കിടത്തി കൊണ്ടുവന്ന് പീഡിപ്പിച്ച് അവരുടെ അടുത്തുനിന്ന്, അതായത് 18 തികയാത്ത പെൺകുട്ടികളെ തന്നെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് വീഡിയോസ് പകർത്തി എന്താ പറയുക, ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്യാങ്ങിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ആ ഗ്യാങ്ങിൽ അകപ്പെട്ട ഒരു പെൺകുട്ടി, അതും ഈ ഹരിശങ്കറുമായിട്ടുള്ളൊരു കണക്ഷൻ അത് സെക്കൻഡ് ഹാഫിൽ റിവീൽ ആവുന്നുണ്ട്. അതെങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത്, അയാളുടെ ഒരു പേഴ്സണൽ ലൈഫുമായിട്ട് ഈ ഒരു കഥ എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതാണ് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. കിട്ടിലൻ സ്ക്രിപ്റ്റാണ്. അതിങ്ങനെ നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പട്ട അങ്ങനെ ഒരു ഇൻ്റർവെൽ ആകുന്നത് അറിയില്ല. ഇൻ്റർവെൽ ആകുന്നത് ഞാൻ ഒട്ടും ഫീൽ ചെയ്തില്ല. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇൻ്റർവെൽ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇത് ഈ ട്വിസ്റ്റാണ്.
2 ട്വിസ്റ്റേ ഉള്ളൂ, ഒരു ഏകദേശം 2 ട്വിസ്റ്റ് അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വില്ലന്മാരെന്ന് വെച്ചാൽ ആനന്ദം സിനിമയിലൊക്കെ ഉള്ള കുപ്പി എന്ന് പറഞ്ഞുള്ളൊരു ക്യാരക്ടർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങും 2 പയ്യന്മാരും ഉണ്ട്, 2 പെൺകുട്ടികളും ഉണ്ട്. അങ്ങനെ ഈ ഒരു 5 സംഘം ഇവരെല്ലാവരും കൂടെ കിടന്ന് അഴിഞ്ഞാടുകയാണ്. ഇഡിലൻ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഫൈറ്റും ഇവരുടെ ഒരു സെക്ഷൽ കാര്യങ്ങളും ഇവരുടെ ഒരു എന്താ പറയുക, ഒരു പിള്ളേരാണ് ഇവർ, ഒരു 26-25 ആ ഒരു വയസ്സിലുള്ള പിള്ളേർ ഇവരെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പ്രായത്തിനും പക്വതയ്ക്കും ഒന്നും നിരക്കാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുന്നതും അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഡ്രഗ്സും കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങളും ഫൈറ്റ് കുഞ്ചാക്കോ ബോബനായിട്ടുള്ള കുറേ ഫൈറ്റുകൾ സിനിമയിലുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു മോർച്ചറിയിൽ വെച്ചുള്ള ഒരു ഫൈറ്റ്, അത് കിട്ടില്ല ഫൈറ്റായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെയാണ് സിനിമയുടെ ക്ലൈമാക്സ് എന്ന് വിചാരിച്ചു. അല്ല, അത് കഴിഞ്ഞിട്ടും വീണ്ടും ഇതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ സമയത്ത് നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിൽ കണ്ട പല ക്യാരക്ടേഴ്സും വെറുതെ കാണിച്ചു പോകുന്ന ക്യാരക്ടർ, ഇപ്പോൾ ഒരു മകളുണ്ട്, പിന്നെ അതിലൊരു മുത്തച്ഛനുണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് ചെറിയ കഥാപാത്രങ്ങളുണ്ട്. ജഗദീഷിൻ്റെ ക്യാരക്ടർ, ഓഫ് കോഴ്സ് ജഗദീഷിൻ്റെ ക്യാരക്ടർ, പിന്നെ പ്രിയാമണിയുടെ ക്യാരക്ടർ, അതെല്ലാം ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ആണ് ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ. അപ്പം കുട്ടിയൊക്കെ ചെറിയ മോളൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, അവരുടെ റോള് ഒട്ടും മോശമാക്കിയില്ല. ക്യൂട്ട്നെസ് കാണിക്കാൻ വേണ്ടി ഒരു കുട്ടിയെ കൊണ്ടുവരിക, അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ ഒരു സ്ഥാനം കാണിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തുക. ഇവർക്കൊക്കെ മാസ് കാണിക്കാനുള്ള ഒരു ചെറിയൊരു സംഭവം ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് ഒരു സീനിൽ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എടുത്തിട്ടുമുണ്ട്. പിന്നെ നായകനെന്ന് പറയുന്നത് ഒറ്റയിടിക്ക് എല്ലാവരെയും എന്താ പറയുക വീഴ്ത്തുന്ന ഒരു അമാനുഷികനൊന്നുമല്ല, ഇദ്ദേഹം ഒരു സാധാ പോലീസുകാരനാണ്. പിന്നെ എനിക്ക് ഒരു വിയോജിപ്പുള്ളതെന്ന് വെച്ചാൽ എത്ര ഒരു എന്താ പറയുക, ഒരു മറ്റേ ഷവലൊക്കെ എടുത്ത് തല്ലുന്നുണ്ട്. അതൊക്കെ എടുത്ത് തല്ലിയിട്ട് വരെ ഈ പിള്ളേർ, അതായത് ഈ ഗ്യാങ് ഉണ്ടല്ലോ, ഇപ്പോൾ വില്ലൻ ഗ്യാങ്സ് എല്ലാവരും കൂടെ വീണ്ടും എണീറ്റ് വരുന്നുണ്ട്. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞത്. ഇവരെ എത്ര അടി കൊണ്ടിട്ട് ഇവരെന്താ വീണ്ടും എണീറ്റ് വരുന്നതായി, എത്ര പരിക്ക് പറ്റിയിട്ടും കുത്തേറ്റിട്ടും ഒക്കെ ഇവർ വീണ്ടും എണീറ്റ് വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു അത്ഭുതമാണ്. ചിലപ്പോൾ അവരുടെ ഒരു ഡ്രഗിൻ്റെ ഒരു പവറും കൂടി ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിന് ഒരു കിഡിലൻ പെർഫോമൻസ് ഉണ്ട്, ചാക്കോച്ചൻ്റെ ആണെങ്കിലും പ്രിയാമണിയുടെ ആണെങ്കിലും ജഗദീഷ് ചേട്ടൻ്റെ ആണെങ്കിലും ഒക്കെ കിഡിലൻ പെർഫോമൻസ് ഉണ്ട്, അടിപൊളി അഭിനയമാണ്. അവരിങ്ങനെ കുഞ്ചാക്കോ ബോബനൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയൊരു ഫേസിലേക്ക് അദ്ദേഹം കടന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മെച്യൂരിറ്റി ലെവലിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും വേറൊരു ലെവലിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹം ഇങ്ങനെ മോൾഡ് ചെയ്ത് പുതിയ അടിപൊളി ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും നമുക്ക് തോന്നില്ല അഞ്ചാം പാതിരയിലുള്ള പോലീസ് ഓഫീസറാണ് ഹരിശങ്കർ ആയിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിൽ വന്നതെന്ന്. പിന്നെ ഏറ്റവും അവസാനം വരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്, ഒരു ക്ലൈമാക്സ് കാണിക്കുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ, അത് ഒരു അത്യാവശ്യം കൊള്ളാം എന്ന് പറയുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചില റിവ്യൂലൊക്കെ ഗംഭീരം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല, കൊള്ളാം, അത്രയും ലെവലിലേ എത്തിയിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. ജേക്സ് ബിജോയുടെ ഒരു കിട്ടിലൻ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്, BGM കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ മറ്റേ ഇവൻ ബേബി ജീൻ പാടിയൊരു പാട്ടുണ്ട്, നിയോൺ അങ്ങനെ പറഞ്ഞിട്ട് നിയോൺ റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്, അത് കിട്ടിലനായിരുന്നു. അത് ആ തിയേറ്റർ മൂഡിൽ ഇരുന്നിട്ട് അതിൻ്റെ മ്യൂസിക്കും ആ ഒരു പെജാറോ വണ്ടി ഇങ്ങനെ കയറി വരുന്നത് കാണാൻ നല്ല കിട്ടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഭീഷ്മപർവ്വത്തിൽ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ BGM കേൾക്കുന്ന സമയത്ത് കിട്ടിയ ഒരു എന്താ പറയുക, ഗൂസ് ബംസ് ഉണ്ട്. പല സിനിമകളും നമുക്ക് കിട്ടും ആ ഒരു ഗൂസ് ബംസ് ഉണ്ട്. തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴും ഫോണിൽ കാണുമ്പോഴുള്ളൊരു വ്യത്യാസം അതാണ്. ചില മ്യൂസിക്കുകൾ നമ്മൾ അഡ്രിനാലിൻ ഇങ്ങനെ ഒന്ന് ജനറേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ നല്ലൊരു ഒരുപാട് BGMs ഈ സിനിമയിലുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. OTT വന്ന് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. OTT എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അതും കൂടെ കാണുക. നല്ലൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. സീ യു.